പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇപ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ അടുത്ത് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. വളരെ പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. നെൽവയലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം വളരെ സൗന്ദര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഒത്തിരി പേർ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. വിളിച്ചാൽ വിളിക്കേൽക്കുന്ന ഉത്രാളിക്കാവ് അമ്മയെ കാണാൻ നമുക്കും ഇവിടെ വരാം. പിന്നെ മൊത്തം നെൽപ്പാടങ്ങളാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ളത്. മലനിരകളും റെയിൽപ്പാളങ്ങളും എല്ലാമുള്ള ഈ ക്ഷേത്രമാണ്. വെടിക്കെട്ടിന് വളരെ പേര് കേട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉത്സവവും ഗംഭീര ആഘോഷം തന്നെയാണ്. സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഈ സ്ഥലം ആർക്കും മനസ്സിന് കുളിർമയുണ്ടാകുന്ന ഒന്നാണ് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ പരിസരമെല്ലാം കാണാൻ ഭാഗ്യം കിട്ടിയത് ഉത്രാളിക്കാവ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. അമ്മക്ക് ഇരിക്കുന്ന കുളമാണ് അതിൻ്റെ ബാക്കിൽ. ആ കുളം തൂർക്കാൻ പോലെ ഇന്ത്യ ഗവൺമെൻറ് ഇടകൊടുത്താണ് ഒരു എഞ്ചിനീയറോട്. എഞ്ചിനീയർ പറഞ്ഞു നാളെ ജോലിക്കാരോട് കുളം തൂർക്കാൻ പറഞ്ഞു. കുളം തൂർക്കാൻ പറഞ്ഞു കഴിച്ചാൽ അങ്ങൊരു വീട്ടിൽ പോയി കാലത്ത് എനിക്കില്ല, ദേവി ആളെ വിളിക്കുന്നു. പിന്നെ നോക്കുമ്പോൾ കുളം തൂർക്കാൻ പാടില്ല. ഈ ഇവരുടെ ലൈൻ മാറ്റിയാണ്. അതുണ്ടായത് ഇത്രയ്ക്കും ശക്തി കൂടുതലായി. താങ്ക് യു. ഇതാണ് ഉത്രാളിക്കാവ് നട. ഈ സൈഡിൽ കാണുന്നതൊക്കെ നെൽവയലുകളാണ്. പിന്നെ ഉള്ളിൽ കിടന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ എന്തോ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ കുറച്ച് കാഴ്ചകൾ കാണാം. ഒരുപാട് ആൾക്കാർ അവിടെ ദർശനത്തിനായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ വളരെ ഭംഗിയാണ്. ഇത് മരുന്നടിക്കുന്നുണ്ട് നെല്ലിന്. പിന്നെ വളരെ സൗന്ദര്യമാണ്. വളരെ ഭംഗിയുള്ള ക്ഷേത്രം. അതിലിപ്പോൾ ഒരു ട്രെയിൻ പോവുകയാണെങ്കിൽ വളരെ ഭംഗിയുണ്ടായേനെ. ഇതാണ് ഉത്രാളിക്കാവ് ആൽത്തറ. ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുകയാണ് അവിടെ. അവരൊന്നും നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കെന്തായാലും ഉള്ളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഉള്ളിലെ കാഴ്ചകൾ. ഇവിടെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഉപദേവതമാരുണ്ട് ഇവിടെ. ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ സ്വാമിമാർ നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ ചെയ്യാണ്. ഇതൊക്കെ ഉപദേവതമാരാണ്. ഇവിടെ നാഗത്തിൻ്റെ ഇതുണ്ടെന്ന് തോന്നുന്നു. നാഗമാണോ? പിന്നെ ഉള്ളിൽ ഇത് പൂജയുടെ ടൈമാണെന്ന് തോന്നുന്നു. ഒരുപാട് ശബരിമല തീർത്ഥാടകരുണ്ട് ഇതിൽ വന്നിട്ടുണ്ട്. ആ നേരെ കാണുന്നത് കുളമാണ് കേട്ടോ, ഉത്രാളിക്കാവ് കുളം. പിന്നെ അവിടെ വെടിയും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതാണ് നട, ഉത്രാളിക്കാവ് നട ഉണ്ടോ. ഇവിടെ ചുമരിൽ ഉണ്ടോ, ഇത് ഭയങ്കര വിഗ്രഹം ഉണ്ടാക്കിയ സ്റ്റൈലാണ് കാണാൻ. രണ്ട് ഭാഗത്തും ഉണ്ട്. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ്.